ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഷുഡ് ഹാവിന്റെ ഉപയോഗമാണ്. ഷുഡ് ഹാവ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? 3 ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ എഴുതണമായിരുന്നു, നീ വരണമായിരുന്നു, അവൻ പഠിക്കണമായിരുന്നു, അവർ പാടണമായിരുന്നു. ഇങ്ങനെയുള്ള വാചകങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഷുഡ് ഹാവ് ഉപയോഗിച്ചാണ്. ഷുഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നീ പോകണം, യു ഷുഡ് ഗോ. നീ പഠിക്കണം, യു ഷുഡ് സ്റ്റഡി. അവർ വരണം, ദേ ഷുഡ് കം. അതുപോലെ ഹാവ് നമ്മൾ കണ്ടു, ഉടമസ്ഥത, പൊസഷനെ കാണിക്കാൻ. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്, ആ രീതിയിൽ. ഇവിടെ ആ ഉപയോഗങ്ങളല്ല എന്ന് കരുതിയാൽ മതി. ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഞാൻ എഴുതണമായിരുന്നു, അത് ഇംഗ്ലീഷിൽ കിട്ടാൻ വേണ്ടിയാണ്. വാചകം ഉണ്ടാക്കുന്ന രീതി, ആദ്യം സബ്ജക്റ്റ്, ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, അതാണ് സബ്ജക്റ്റ്. ഇതെല്ലാം സബ്ജക്റ്റുകളാണ്. അതിൻ്റെ കൂടെ ഷുഡ് ഹാവ് ഉപയോഗിക്കും. ഷുഡ് ഹാവിന്റെ കൂടെ വേർബിന്റെ, ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കുക. അത് നമ്മൾ കണ്ടതാണ്. എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമേ ഉപയോഗിക്കൂ, അതേ ഉപയോഗിക്കാവൂ. നേരത്തെ വുഡ് ഹാവ് നമ്മൾ കണ്ടു, അതേപോലെ തന്നെയാണ് ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. രണ്ടിന്റെ അർത്ഥം വ്യത്യാസമുണ്ട് എന്ന കാര്യം നമുക്കറിയാം. 3 വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഐ ഷുഡ് ഹാവ് റിട്ടൺ, ഞാൻ എഴുതണമായിരുന്നു. അതിന്റെ ചോദ്യം ഷുഡ് ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതണമായിരുന്നു. 3ാമത്തെ വാചകം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഞാൻ എഴുതരുതായിരുന്നു. ഐ ഷുഡിൻ ഹാവ് റിട്ടൺ, അല്ലെങ്കിൽ ഐ ഷുഡ് നോട്ട് ഹാവ് റിട്ടൺ. ഇന്ന് നാം കാണുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഞാൻ എഴുതണമായിരുന്നില്ലേ, ഇതിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഞാൻ എഴുതരുതായിരുന്നോ, എഴുതരുതായിരുന്നോ, അങ്ങനെ പറയൂ. ആ രീതിയിൽ നമ്മളിത് മനസ്സിലാക്കിയതിന്റെ നെഗറ്റീവ് ആണ് ഈ പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ എഴുതണമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ എഴുതരുതായിരുന്നോ. ഷുഡിൻറ്റ് ഐ ഹാവ് റിട്ടൺ, ഷുഡിൻറ്റ് ഐ റിട്ടൺ, ഷുഡിൻറ്റ് ഐ ഹാവ് റിട്ടൺ. നമ്മൾ കണ്ടതുപോലെ സിംഗുലറും പ്ലൂറലും ഒരേപോലെ തന്നെ ഉപയോഗിക്കുക. നമുക്ക് നോക്കാം. ഷുഡിൻറ്റ് ഐ ഹാവ് റിട്ടൺ, ഷുഡിൻറ്റ് ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതണമായിരുന്നില്ലേ, ഞാൻ എഴുതണമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ എഴുതരുതായിരുന്നോ, ഞാൻ എഴുതരുതായിരുന്നോ. നെഗറ്റീവ് ക്വസ്റ്റ്യനാ. മറ്റു രീതിയിൽ മലയാളത്തിൽ പറയുന്നുണ്ടാകാം. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക, എന്നെ എളുപ്പമാണ്. ഓക്കെ, ഷുഡിൻറ്റ് ഐ ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം, ഷുഡിൻറ്റ് ഐ ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം, അവനെ സന്ദർശിക്കുവാൻ ഞാൻ പോകണമായിരുന്നില്ലേ, അല്ലെങ്കിൽ അവനെ സന്ദർശിക്കുവാൻ ഞാൻ പോകരുതായിരുന്നോ, പോകരുതായിരുന്നോ. ഓക്കെ, ഷുഡിൻറ്റ് ഐ ഹാവ് കട്ട്, ഷുഡിൻറ്റ് ഐ ഹാവ് കട്ട്, ഞാൻ മുറിക്കണമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ മുറിക്കരുതായിരുന്നോ. ഷുഡിൻറ്റ് ഐ ഹാവ് ഹെൽപ്ഡ്, ഞാൻ സഹായിക്കണമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ സഹായിക്കരുതായിരുന്നോ, സഹായിക്കരുതായിരുന്നോ. ഷുഡിൻറ്റ് ഐ ഹാവ് സങ്, ഞാൻ പാടണമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ പാടരുതായിരുന്നോ, പാടരുതായിരുന്നോ. ഷുഡിൻറ്റ് ഐ ഹാവ് ആസ്ക്ഡ്, ഞാൻ ചോദിക്കണമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കരുതായിരുന്നോ, ഞാൻ ചോദിക്കരുതായിരുന്നോ. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ചോദിച്ചു, അതിനുശേഷമാണ് ചോദിക്കുന്നത്. ഓ, ഞാൻ ചോദിക്കരുതായിരുന്നോ. ഓക്കെ, ഇനി അടുത്തത് യു വെച്ച് നോക്കാം. നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ് എല്ലാറ്റിനും യു ആണ്. യു എപ്പോഴും ഇംഗ്ലീഷിൽ പ്ലൂറലാണ്. ഷുഡിൻറ്റ് യു ഹാവ് റിട്ടൺ, ഷുഡിൻറ്റ് യു ഹാവ് റിട്ടൺ, നീ എഴുതണമായിരുന്നില്ലേ, അല്ലെങ്കിൽ നീ എഴുതരുതായിരുന്നോ, നീ എഴുതരുതായിരുന്നോ. ഷുഡിൻറ്റ് യു ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം, ഷുഡിൻറ്റ് യു ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം, അവനെ സന്ദർശിക്കുവാൻ നീ പോകണമായിരുന്നില്ലേ, അല്ലെങ്കിൽ അവനെ സന്ദർശിക്കുവാൻ നീ പോകരുതായിരുന്നോ, പോകരുതായിരുന്നോ. ഷുഡിൻറ്റ് യു ഹാവ് കട്ട്, നീ മുറിക്കണമായിരുന്നില്ലേ, അല്ലെങ്കിൽ നീ മുറിക്കരുതായിരുന്നോ. ഷുഡിൻറ്റ് യു ഹാവ് ഹെൽപ്ഡ്, നീ സഹായിക്കണമായിരുന്നില്ലേ. ഷുഡിൻറ്റ് യു ഹാവ് സങ്, നീ പാടണമായിരുന്നില്ലേ. ഷുഡിൻറ്റ് യു ഹാവ് ആസ്ക്ഡ്, നീ ചോദിക്കണമായിരുന്നില്ലേ. അടുത്തത് ഹി സിംഗുലർ ആണ്, ഇത് തന്നെ ഉപയോഗിക്കുക. ഷുഡിൻറ്റ് ഹി ഹാവ് റിട്ടൺ, ഷുഡിൻറ്റ് ഹി ഹാവ് റിട്ടൺ, ഷുഡിൻറ്റ് ഹി ഹാവ് റിട്ടൺ. ഒരു കാര്യം മറക്കരുത്, ഹീക്ക് ശേഷം ഹാസ് ഒന്നും ഉപയോഗിക്കരുത്. ഇത് തന്നെ ഫോം, ഹാവ് തന്നെ ഉപയോഗിക്കുള്ളേ. ഷുഡിൻറ്റ് ഹി ഹാവ് റിട്ടൺ, അവൻ എഴുതണമായിരുന്നില്ലേ. ഷുഡിൻറ്റ് ഹി ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം, അയാളെ സന്ദർശിക്കുവാൻ അവൻ പോകണമായിരുന്നില്ലേ. ഷുഡിൻറ്റ് ഹി ഹാവ് കട്ട്, ഷുഡിൻറ്റ് ഹി ഹാവ് കട്ട്, അവൻ മുറിക്കണമായിരുന്നില്ലേ. ഷുഡിൻറ്റ് ഹി ഹാവ് ഹെൽപ്ഡ്, അവൻ സഹായിക്കണമായിരുന്നില്ലേ. ഷുഡിൻറ്റ് ഹി ഹാവ് സങ്, അവൻ പാടണമായിരുന്നില്ലേ. ഷുഡിൻറ്റ് ഹി ഹാവ് ആസ്ക്ഡ്, അവൻ ചോദിക്കണമായിരുന്നില്ലേ. ഷീ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ദേ നോക്കാം. ദേ അവർ അല്ലെങ്കിൽ ഇവർ പ്ലൂറലാണ്, ഇത് തന്നെ ഉപയോഗിക്കുക.
shouldn't they have written, shouldn't they have written, അവർ എഴുതണമായിരുന്നില്ലേ, shouldn't they have gone to visit him, അവനെ സന്ദർശിക്കുവാൻ അവർ പോകണമായിരുന്നില്ലേ, shouldn't they have cut, അവർ മുറിക്കണമായിരുന്നില്ലേ, shouldn't they have helped, അവർ സഹായിക്കണമായിരുന്നില്ലേ, shouldn't they have sung, അവർ പാടണമായിരുന്നില്ലേ, shouldn't they have asked, അവർ ചോദിക്കണമായിരുന്നില്ലേ. ഈ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുക. ഒരുപക്ഷെ മലയാളത്തിൽ പറയാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിന്റെ നെഗറ്റീവ് ചോദ്യമാണ്. ചില സ്ഥലങ്ങളിൽ പറയുന്ന രീതിക്കൊക്കെ വ്യത്യാസം ഉണ്ടായേക്കാം. ഇതിന്റെ നെഗറ്റീവ് ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് നാലാമത്തെ വാചകം നമ്മൾ കണ്ടു. നാലാമത്തെ അവസാനത്തെ 4 വാചകങ്ങൾ ഐ ഷുഡ് ഹാവ് റിട്ടൺ, ഞാൻ എഴുതണമായിരുന്നു. ക്വസ്റ്റ്യൻ, ഞാൻ എഴുതണമായിരുന്നു, ഷുഡ് ഐ ഹാവ് റിട്ടൺ. നെഗറ്റീവ്, ഞാൻ എഴുതരുതായിരുന്നു, ഐ ഷുഡിൻ ഹാവ് റിട്ടൺ. എന്ന് കണ്ടത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് നാലാമത്തെ അവസാനത്തെ വാചകം, ഞാൻ എഴുതണമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ എഴുതരുതായിരുന്നു, ഷുഡിൻ ഐ ഹാവ് റിട്ടൺ. ഓക്കെ, എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല. പ്രാക്ടീസ് ചെയ്യണം. കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. വീഡിയോ കോളൊക്കെ ചെയ്ത് അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലുള്ള വാക്കുകൾ, ത്രൂ വിസിറ്റ്, സന്ദർശിക്കുവാൻ, അതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അതെല്ലാം. അതൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി വേർബിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കുക. ഈ ഫോംസ് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഈ 4 ഫോംസ് അത് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥവും ഉച്ചാരണവും ഒക്കെ പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും
ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 10ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണ് ഇംഗ്ലീഷില്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ 3 പഠിക്കുകയുള്ളൂ: പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അപ്പൊ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂറലാണ്, സിംഗുലർ ആണ് രണ്ടാമത്. സാറിന് എസ് ഉണ്ടാവും, അല്ലെങ്കിൽ IES എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. റൺ, ran, run. Come, came, come. Become, became, become. Overcome, overcame, overcome. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. വ്യത്യാസമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളുടെയൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, വി ഷാൽ സ്റ്റാർട്ട്. Amuse, amused, amused. Appreciate, appreciated, appreciated. Battle, battled, battled. Chalk, chalked, chalked. Concentrate, concentrated, concentrated. Disappear, disappeared, disappeared. Educate, educated, educated. Empty, emptied, emptied. Exist, existed, existed. Learn, learned, learned. Form, formed, formed. Guide, guided, guided. Grab, grabbed, grabbed. Grin, grinned, grinned. Divide, divided, divided. Enter, entered, entered. Lick, licked, licked. Miss, missed, missed. Mix, mixed, mixed. Peel, peeled, peeled. Listen, listened, listened. Name, named, named. Separate, separated, separated. Serve, served, served. Water, watered, watered. ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഇവ പ്രത്യേകിച്ച് പഠിക്കണം, ഉച്ചാരണം പഠിക്കണം, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുന്നത് എഴുതാൻ സഹായിക്കും. അർത്ഥവും ശരിക്കും പഠിക്കണം. പിന്നെ ചില വെർബുകൾക്ക് പ്രത്യേകതകളൊക്കെ ശ്രദ്ധിക്കണം. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോ IES എന്നൊക്കെ കൂടി ചേർത്തിട്ടുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. Okay, all the best.